സ്വയംഭൂവനമെന്ന് തന്റെ മകളെ അങ്ങനെ എന്നാണ് തന്നെ ശുശ്രൂഷിച്ചതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ആ കൈകളെ വെച്ച് പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം നൽകി തന്റെ ശിഷ്യയ്ക്ക്. ഗുരുവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചാൽ മാത്രമാണ് എല്ലാ ജ്ഞാനവും പ്രകാശിക്കുള്ളൂ എന്നാണ്. ദേവബോധിയുടെ ഉള്ളിൽ അന്തർദൃഷ്ടി വികസിച്ചു എന്നാണ്. ഒന്ന് കിട്ടുമ്പോൾ തോന്നുന്നു ഇതല്ല വേണ്ടതെന്ന്, അടുത്തതാണ് വേണ്ടതെന്ന് തോന്നുന്നു, അതിനു വേണ്ടിയിട്ടായി പരിശ്രമം. പിന്നീട് അത് കയ്യെത്തി പിടിച്ചു കഴിയുമ്പോൾ തോന്നുന്നു ഇതായിരുന്നില്ല വേണ്ടത്, മറ്റൊന്നുമാണ്.
മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ ചുരുങ്ങി ചുരുങ്ങി വരാൻ തുടങ്ങും എന്ന. ഓരോ ദിവസം ചെല്ലും തോറും ഇത് കൂടി വരും. അതിനൊപ്പം അവശതയും കൂടും. അവശത കൂടുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അനാദരവും വർദ്ധിച്ചു. പണ്ടുണ്ടായി അതിനാരോഗ്യമില്ലാണ്ട് ആവുമ്പോൾ കളഞ്ഞിട്ട് മറ്റുള്ളതിൻ്റെ ഒരെണ്ണത്തിന് നേരിട്ട് കൃഷിപ്പണി നടത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞതുപോലെ ആ കല്ലിനെ ഉപേക്ഷിച്ച് കളയുന്നത് പോലെയായിരിക്കും ബന്ധുക്കളും വീട്ടുകാരും മക്കളും ഒക്കെ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപേക്ഷിച്ചു എന്ന് ബോധ്യമാവും. ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ട് ഈ ഒരു അവസ്ഥയിൽ ആരും ശ്രദ്ധിക്കാതെ അപ്പോൾ ആലോചന കൂടാതെ ചെയ്ത ദുരിതകർമ്മത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്ത ഉണ്ടാവുന്നത് അപ്പോഴാണെന്നാണ്. ആ സമയത്താണ് മനസ്സിലൊരു വെറുപ്പുണ്ടാവുന്നത്. അവരവരോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. കാരണം ഒരു വിവേകവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോയതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന സമയം എത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വെറുപ്പും ലോകത്തോടുള്ള വെറുപ്പുമായിട്ട് മാറുമ്പോൾ ഈ വാർദ്ധക്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ദ്രിയ ശക്തിയൊക്കെ ക്ഷയിച്ച് ശരീരം ദുർബലം ശ്വാസമായി കണ്ടെത്തിരിങ്ങനെ ചലിക്കാൻ തുടങ്ങും. ഭയവും വളരെ നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയും ശരീരമായതുകൊണ്ട് അതിനോടുള്ള സ്നേഹം, അത് മമത കൊണ്ട് അതിനെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റാതെ ജീവൻ അന്തരീക്ഷത്തിൽ അങ്ങനെ അല്ലാതെ അതിൽ നിന്ന് വേഗത്തിൽ വിട്ടുപോകാവുന്നതായിരിക്കുന്ന സുഹൃത കർമ്മങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാവുന്നത് വരെ ഈ പൂർവ്വ ശരീരം മറക്കാതെ അതിനെ ഓർമ്മിച്ചും വ്യസനിച്ചും നിരാശനായിട്ട് ചുറ്റി അലഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ ആ നിലയിൽ ഇങ്ങനെ അലഞ്ഞു സുഹൃതം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ ജീവൻ യാത്ര തിരിക്കും ഇവിടെ നിന്ന്. ഇങ്ങനെ കൂടി ചേർന്നിട്ട് കലലമായിട്ട് കിടന്ന് വളർന്ന് ബുദ്ധിതമായിട്ട് തുറന്നു കിടന്നാൽ മതി എന്ന് ആഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് സേവനവും അതുപോലെ മരണവും എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളതായ ഒരു